അള്ളാഹു നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇന്ന് 2 മിനിറ്റ് മദ്രസയിലെ ചെറിയ കുട്ടികളുടെ ചെറിയ സംസാരം ഉണ്ടാവട്ടോ. പറ്റണോലൊക്കെ ഒന്ന് ഇരുന്ന് കൊടുക്കണം. മോമിനിങ്ങളെ, നാളെ മഹ്ശറിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം ഞാൻ പറഞ്ഞുതരാം. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം മഹ്ശറിൽ നടക്കാനില്ല. എന്താ സംഭവം എന്നറിയങ്ങൾ? ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ ഹാജരാക്കപ്പെടും. എല്ലാവർക്കും നന്മയും തിന്മയും എഴുതി ഏടുകൾ നൽകപ്പെടുന്നത് പോലെ ഈ മനുഷ്യനും ആ മനുഷ്യന്റെ കയ്യക്കും ആ ഏടുകൾ നൽകപ്പെടും. അയാൾ ആ ഏട് ഇങ്ങനെ വായിച്ചു നോക്കും. അയാൾ ആകെ പരിഭ്രാന്തിയിലാകും. കാരണം എന്താ അറിയും? ഫയജിദു ഫീഹി സയ്യിആത്തിൻ കസീറ. തിന്മകളുടെ കൂമ്പാരം അയാൾ ആ ഏടിൽ ഇങ്ങനെ കാണും. അയാൾ ആകെ അത്ഭുതപ്പെടും. ഇതാണ് മഹ്ശറിൽ ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ ആ മനുഷ്യൻ പറയും, ഇലാഹി മാ ഫഅൽതു ഹാദിഹി സയ്യിആത്ത്. അല്ലാഹു, ഇതൊക്കെ പാടൊന്നും ഞാൻ ചെയ്ത തെറ്റുകളല്ല ട്ടോ എന്ന് പറയും അയാൾ അല്ലാഹുവിനോട്. അല്ലാഹു തആല തിരിച്ചു പറയും, മനുഷ്യ, ഇന്നലി ശുഹൂദൻ ഫിഖാദ്. ഇത് യജമാനനായ അല്ലാഹുവിന്റെ കോടതിയാണ്. ഇവിടെ പ്രധാനമല്ല, കോടതിയിലെയും പോലെ ഇവിടെയും സാക്ഷികൾക്ക് പ്രധാനമാണ്. നല്ല വിശ്വസ്തരായ സാക്ഷികൾ എന്റെ കയ്യിലുണ്ട്. ആ സാക്ഷികൾ മുഖാന്തരം ഇത് മുഴുവനും നീ ചെയ്തതാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയുന്നത്. എന്റെ അടുക്കൽ ഇതിന് സാക്ഷികൾ ഉണ്ട് അല്ലാഹു തആല. അപ്പൊ ഈ മനുഷ്യനെന്താ മനസ്സിലാക്കുന്ന കാര്യങ്ങള്? ഏതെങ്കിലും മനുഷ്യന്മാരോ മലക്കുകളോ ആരെങ്കിലും ഒക്കെ ഇയാൾക്കെതിരെ സാക്ഷി അയക്കാരെന്ന് കരുതിയിട്ട് ഇയാളിങ്ങനെ 4 ഭാഗത്തേക്ക് നോക്കും. അപ്പൊ ഇയാൾക്കെതിരെ സാക്ഷി പറയാൻ ആരും വരുന്നതൊന്നും ഇയാൾ കാണൂല. അപ്പോൾ ഇയാൾ ചോദിക്കും, യാ റബ്ബി അയ്ന ശുഹദാ. അല്ലാഹുവേ, എവിടെയാണ് എനിക്കെതിരെയുള്ള സാക്ഷികൾ? നീയല്ലേ സാക്ഷികളുണ്ടെന്ന് പറയുന്നത്. ഒരൊറ്റ സാക്ഷികളെയും ഞാൻ കാണുന്നില്ല. അപ്പൊ അല്ലാഹു എന്ത് ചെയ്യുന്ന രംഗങ്ങൾ? മഹ്ശറിന്റെ നിയമം നടപ്പിലാക്കും. മഹ്ശറിന്റെ നിയമം എന്താണ്? സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മഹ്ശറിന്റെ നിയമം എന്താ? അന്ന് വായകൾക്ക് സീല് വെക്കപ്പെടും. തൊള്ള തുറന്ന് വർത്താനം പറയാൻ ഈ സാക്ഷി പറയണ സമയത്ത് പറ്റില്ല. പിന്നെയോ, മനുഷ്യരുടെ കൈയാണ് സംസാരിക്കുക. അപ്പോൾ കാല് സാക്ഷി പറയുന്നതാണ്. കണ്ണ് സംസാരിക്കും. അപ്പോൾ മറ്റൊരവയവം സാക്ഷി പറയുകയാണ്. ഓരോ അവയവങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റു അവയവങ്ങൾ സാക്ഷി പറയുകയാണ്. ഇതാണ് മഹ്ശറിന്റെ ശൈലി. ഈ മനുഷ്യനും എവിടെയാണ് സാക്ഷികളെന്ന് ചോദിക്കുമ്പോ അല്ലാഹു ഈ മനുഷ്യന്റെ വായക്ക് മെല്ലെ സീല് വെക്കപ്പെടുകയാണ്. അപ്പോൾ പിന്നെ ഈ മനുഷ്യന്റെ അവയവങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. കണ്ണ് ചെയ്ത പാപങ്ങൾ മുഴുവനും കണ്ണ് പറയും. കൈ ചെയ്തത് മുഴുവനും കൈ പറയും. കാല് ചെയ്തത് കാല് പറയും. ഗുഹ്യഭാഗങ്ങൾ ചെയ്തത് ആ ഭാഗങ്ങൾ പറയും. ഓരോ അവയവങ്ങൾ കൊണ്ട് ചെയ്ത തെറ്റുകൾ ആ അവയവങ്ങൾ പറയുമ്പോ മറ്റു അവയവങ്ങൾ സാക്ഷി പറയുമ്പോ ഈ മനുഷ്യന് ബോധ്യപ്പെടുകയാണ്, ഇത് മുഴുവനും ഞാൻ ചെയ്ത തെറ്റുകൾ തന്നെയാണ്. ഈ വായിക്കപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു തന്നെയാണെന്ന് അയാൾക്കാണ് ബോധ്യപ്പെടും. അപ്പോഴേക്കും ഈ മനുഷ്യനാകെ പരിഭ്രമിക്കും. അല്ലാഹു തആല സബാനിയാക്കളായ മലക്കുകളോട് പറയും, മലക്കുകളെ, ഈ മനുഷ്യനെ വേഗം നരകത്തിലേക്ക് കൊണ്ടുപോകണേ. ആ മലക്കുകൾ ഓടി വരികയാണ്. ഈ മനുഷ്യന്റെ ശരീരം ചങ്ങലയിലിടുകയാണ്. അവർ ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് മഹ്ശറിൽ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത്. എന്താ അത്ഭുതം നിങ്ങൾ? ഈ മനുഷ്യന്റെ വലത്തെ കണ്ണിൽ നിന്ന് ഒരു രോമം, അതായത് ഈ കൺപീലിയില്ലേ, അത് പ്രത്യക്ഷപ്പെടും. അള്ളാഹുവിനോട് സംസാരിക്കാൻ ഈ കൺപീലി അനുമതി തേടും. വായക്കല്ലേ സംസാരിക്കാൻ പറ്റാത്തത്, അത് സംസാരിക്കാൻ സമ്മതം തേടുമ്പോ അള്ളാഹു അതിന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ആ കൺപീലി പറയും, യാ റബ്ബി അലസ്ത ഖുൽത. അല്ലാഹുവേ, നീ പറഞ്ഞിട്ടില്ലേ പാപിയായ ഒരു മനുഷ്യൻ ദുനിയാവിൽ വെച്ച് അല്ലാഹു ആയ നിന്നെ കുറിച്ച് ഓർത്തൊരു തവണ കരയുകയും ആ കണ്ണുനീര് കൊണ്ട് അവന്റെ കണ്ണും കൺപീലിയും നനയുകയും ചെയ്താൽ ഈ മനുഷ്യനെ നരകത്തിലേക്ക്
സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ലെന്ന് നീ പറഞ്ഞിട്ടില്ലയോ അല്ലാ? ആണ് കൺവീലിന്റെ ചോദ്യം. ചെയ്ത തെറ്റോർത്ത് ദുനിയാവിൽ വെച്ച് ഒരു തവണ കരഞ്ഞ് ആ കണ്ണും കൺവീലും നനഞ്ഞിക്കണമെങ്കിൽ അയാളെ നരകത്ത് കൊണ്ടുപോകില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അല്ലാഹു പറയും ബലാ ഖുൽതു, അതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കൺവീല് പറയുകയാണ്, എങ്കിൽ ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷിയാണ്. ജീവിതത്തിന്റെ ചില ഒറ്റപ്പെട്ട സമയങ്ങളിൽ ഈ മനുഷ്യൻ ഒറ്റക്കിരുന്നിട്ടുണ്ടല്ലോ, ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവായി നിന്നെ കുറിച്ച് ഓർത്ത് ഇയാൾ കരഞ്ഞിട്ടുണ്ടല്ലോ. ആ കരച്ചില് കാരണം കണ്ണ് നനഞ്ഞിട്ടുണ്ട്, കൺവീലിയായ ഞാനും നനഞ്ഞിട്ടുണ്ട്. ഈ കൺവീലാണ് സാക്ഷി പറയുമ്പോഴേക്ക് അള്ളാഹു സബാനിയാക്കളായ മലക്കളോട് പറയും, ആ മനുഷ്യനെ വിടാൻ പറയും. അപ്പോഴേക്കും സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട് പറയും, ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറയും. അവർ ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും മഹ്ശറിൽ ഒരു അനൗൺസ്മെന്റ് മുഴങ്ങുകയാണ്, അലാ ഇന്ന ഫുലാന ഇബ്ന ഫുലാൻ. മഹ്ശറിലുള്ളവരെ, ഇന്ന ആളുടെ മകനായ ഇന്നാൾ, ബാപ്പയുടെ പേര് ചേർത്തിട്ടാണ് എല്ലാവരെയും മഹ്ശറിൽ വിളിക്കപ്പെടുക. ഇന്ന ആളുടെ മകനായ ഇന്ന മനുഷ്യനുണ്ടല്ലോ, ഖദ്റജാ മിനന്നാർ, അയാളതാ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ കൺവീലികളിൽ നിന്ന് ഒരു രോമം അയാൾക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞത് കാരണം ഈ മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് അപ്പോഴേക്കും മഹ്ശറിൽ ഒരു അനൗൺസ് മുഴങ്ങുമെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മനുഷ്യനുണ്ടാണ് സന്തോഷം നോക്കുകയാണെങ്കിൽ അല്ലാഹു തആല ആ കൂട്ടത്തിലെങ്കിലും നമ്മളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി തരട്ടെ. മഹ്ശറിൽ അവിടെ സാക്ഷികൾ പ്രധാനമാണ്. നമ്മളെ ദുനിയാവിലെ കോടതി പോലെയല്ല. ഒരാൾക്കും കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം സാക്ഷികൾക്ക് നാവ് കൊണ്ട് സംസാരിക്കാൻ അനുമതിയില്ല. സംസാരങ്ങൾ മുഴുവനും മനുഷ്യന്റെ ശരീരഭാഗങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, പരിശുദ്ധ റമളാനിൽ 14ാമത്തെ രാവിലെ ഒരാൾ തറാവീഹ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തെന്നറിയുമോ? ഈ മനുഷ്യൻ നാളെ മഹ്ശറിൽ വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാണ്. എന്തിനാണ് ഈ മലക്കുകൾ വരുന്നതെന്നറിയുമോ? ഈ മനുഷ്യന് വേണ്ടി യശ്ഹദു ലഹു, ആ മലക്കുകൾ വന്നിട്ട് സാക്ഷി പറയുകയാണ്. എന്താണ് മലക്കുകൾ സാക്ഷി പറയുന്നത്? അല്ലാഹുവേ, അന്നഹു ഖദ് സ്വല്ലത്ത തറാവീഹ്, ഈ മനുഷ്യൻ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട് അല്ലാഹ്, ഞാൻ അതിന് സാക്ഷിയാണ് അല്ലാഹ്. ഇന്നത്തെ തറാവീഹുകാർക്ക് വേണ്ടി മലക്കുകൾ നാളെ മഹ്ശറിൽ സാക്ഷി പറയുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ അതിന് ഭാഗ്യം തരട്ടെ. ആമീൻ പറയാം. അല്ലാഹു നമുക്ക് അതിന് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമ്മളെ നിസ്കാരവും മജ്ലിസും അതിന് കാരണമായി കബൂലാക്കട്ടെ. ചെറിയ മസാല, ചെറുത് പറഞ്ഞാൽ ചെറുതൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴേ ഇമാം ഉറക്കെ ഓതും, മൗമൂമിയങ്ങളൊക്കെ പതുക്കെയാണ് ഓതേണ്ടത്. ശബ്ദം വളരെ താഴ്ത്തി വേണം മൗമൂമിയങ്ങൾ ഓതാൻ. അത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണതും നിയ്യത്ത് വെക്കണതും ഫാത്തിഹ ഓതണതും സൂറത്ത് ഏതായാലും മൗമൂമിയങ്ങൾക്ക് ഓതാനല്ലോ. ഒരു വജ്ജത്തും ഫാത്തിഹയും പിന്നെ അത്തഹിയ്യാത്തൊക്കെ അല്ലേ ചെല്ലാനുള്ളത്. ഇപ്പൊ ഈ ഫാത്തിഹയും തക്ബീറത്തുൽ ഇഹ്റാം ഒക്കെ വളരെ പതുക്കെ ഓതണം. വളരെ പതുക്കെ ഓതുക പറഞ്ഞാൽ നമ്മളെ സ്വന്തം ശരീരം മാത്രം കേൾക്കണ കോലത്തിൽ ഓതണം. അല്ലെങ്കിൽ അതൊന്ന് സുന്നത്തിനെതിരാണ്. രണ്ടാമത്തെ ഒരു വിഷയം ഉള്ള എന്താന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് നമ്മളെ ഉറക്കയാക്കൽ കൊണ്ട് തശ്വീഷ് വന്നാൽ, അതായത് ഓല ഫാത്തിഹയിലോ ഓത്തിലൊക്കെ ഒരു തിരിച്ചിൽ വരും ചിലപ്പോൾ. അങ്ങനെ വന്നാൽ അപ്പൊ അത് ഹറാമാവും. അപ്പൊ നമ്മൾ നിസ്കരിച്ചാലും ആ നിസ്കാരത്തിലെ ഹറാമിന്റെ കുറ്റം നമ്മൾ വഹിക്കേണ്ടി വരും. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ അതൊക്കെ ഓതിയങ്ങാണ്ട് മൗമൂമിയങ്ങൾ ശീലാകണം. നമ്മളവിടെ അത് കുറച്ച് ശീലാകാണ്ട് തോന്നുന്നുണ്ട്. ചിലപ്പോ 5ാമത്തെ സ്വഫത്തെ ഫാത്തിഹയൊക്കെ മിഹ്റാബൊക്കെ ചിലപ്പോ എന്താകലുണ്ട്, ചില സമയത്ത് കേൾക്കലുണ്ട്. അത് കുറ്റപ്പെടുത്തല്ല, അത് ചിലത് അങ്ങനെ ശീലായതാണ്. അതങ്ങനെ ശീലായത് നമ്മൾ ആ ശീലം ശരിക്കും മാറ്റന്നെ വേണം.
മോമിനികൾ എന്താകണം? പതുക്കെ ഓതിങ്ങാണ്ടത് ശീലാക്കണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മുടെ ഈ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മളെ ഈ മജ്ലിസ് അള്ളാഹു കബൂലാക്കട്ടെ. പരിശുദ്ധ റമദാനും അള്ളാഹുവിന്റെ മലക്കുകളും സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെയും ഖൈറായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ, ഗൾഫ് രാജ്യങ്ങളിലും വിദേശത്തൊക്കെ നടക്കുന്ന യുദ്ധങ്ങളും പ്രയാസങ്ങളൊക്കെ നല്ല രൂപത്തിൽ നീ അവസാനിപ്പിക്കണേ അല്ലാഹ്. അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പ്രവാസ ലോകത്തിന്റെ റബ്ബേ വലിയ ഭീതിയിലും പ്രയാസത്തിലുമാണ്. ജീവിതവും അവരുടെ ഏർപ്പാടുകളൊക്കെ താറുമാറാകുന്ന വിഷയത്തിലും അതിന്റെ വക്കിലുമാണ് പല ആളുകളും ഉള്ളത്. അള്ളാഹു ആ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാം റാഹത്തിലും സന്തോഷത്തിലും നീ അവസാനിപ്പിക്കണേ അല്ലാഹ്. നിന്റെ സഹായം ഈ മാസത്തിൽ ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.